വൈറ്റ്ഫീൽഡിലെ തിരക്കുകളിലൂടെ എത്രയോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴൊക്കെയും ഞാൻ ഒരു ദിവസം പോകണമെന്ന് 3-4 വർഷങ്ങളായി ആഗ്രഹിച്ച ഒരിടമുണ്ടായിരുന്നു. ഈ പടവുകൾ, മുകളിലേക്ക് ആകാശം മുട്ടി നിൽക്കുന്ന ഈ കൽപ്പടവുകൾ എന്താണെന്നോ എങ്ങനെയാണെന്നോ പോയാൽ എന്തു ചെയ്യണമെന്നോ എനിക്ക് പോകാൻ പറ്റുമോ എന്നും അറിയാത്തതുകൊണ്ടും നൂറ് സംശയങ്ങൾ മനസ്സിൽ ഉരുണ്ടു കളിക്കുന്നതുകൊണ്ടും ഇവിടെയുള്ള ഈ അവർ ലേഡി ഓഫ് ലൂർദ് ചർച്ചിൽ മാത്രം 1-2 തവണ വന്ന് ഞാൻ തിരിച്ചുപോയി. പിന്നെ ഈ ഒരു ഞായറാഴ്ച എങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ച് ഈ വഴിയെ പോയപ്പോ വീണ്ടും കണ്ണിൽ ഈ പടവുകൾ ഉടക്കി. ആവശ്യമില്ലാത്ത കുറെ ധൈര്യം തരാൻ ജിത്തുവേട്ടനുള്ളതുകൊണ്ടും 1-2 പയ്യന്മാർ ആ കൽപ്പടവുകളിൽ ഇരിക്കുന്നത് കണ്ടതുകൊണ്ടും ഒന്നും നോക്കാതെ ഉള്ള ധൈര്യം വെച്ച് കാർ പാർക്ക് ചെയ്ത് ഈ ഒരു ചർച്ച് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. ഉള്ളിൽ വല്ലാത്തൊരു പേടിയുണ്ടായിരുന്നു, അങ്ങോട്ട് കയറരുതെന്ന് ആരെങ്കിലും വന്ന് പറയുമോ എന്ന്. ഇവിടെ എത്തിയപ്പോ കഥ മാറി. പെട്ടെന്ന് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറന്നു വന്ന പോലെ തോന്നി. ഭയങ്കര ശാന്തമായ നേർത്ത ഒരു ഇളം കാറ്റുള്ളൊരിടം. ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ പേര് മദർ മേഴ്സി ഹിൽ ആണെന്ന് അറിഞ്ഞത്. പുറത്തെ ബഹളങ്ങളിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്ന പോലെ തോന്നി. പ്രകൃതി ഭംഗിയും പ്രാർത്ഥനയും ഒത്തുചേരുന്ന ഈ മദർ മേരീസ് ഹിൽ നൽകിയ സമാധാനം വാക്കുകൾക്കപ്പുറമാണ്. യേശുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശ നൽകുന്ന 15 സ്റ്റേഷനുകൾ കടന്ന് ആ മലമുകളിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് വൈബ്, ആ ഒരു പ്രത്യേക ഫീലായിരുന്നു. യേശുവിനെ മരണവിധിയിലേക്ക് വിധിക്കുന്നത് മുതൽ അവിടുത്തെ ശരീരം കല്ലറയിൽ അടക്കുന്നത് വരെയുള്ള ഓരോ പ്രധാന നിമിഷങ്ങളും ഓരോ സ്റ്റേഷനുകളിലും വിശ്വാസികൾ ധ്യാനിക്കുന്നു. സ്വന്തം തെറ്റുകളെ കുറിച്ച് ഓർത്ത് മനസ്താപപ്പെടാനും യേശു ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനും വിശ്വാസികൾ ഇവിടെ വരുന്നു. മലമുകളിലേക്ക് പ്രാർത്ഥിച്ചു കയറുന്ന ഈ ഒരു യാത്ര ഒരു ശാരീരിക അധ്വാനവും ദൈവത്തോട് കൂടുതൽ അടുക്കാനും മനസ്സിന് വലിയൊരു ശാന്തതയും ആശ്വാസവും കണ്ടെത്താനും വിശ്വാസികളെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് നോമ്പ് കാലത്തും ദുഃഖ വെള്ളിയാഴ്ചകളിലുമാണ് ആളുകൾ കൂട്ടമായി ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. 1880-കളിൽ വൈറ്റ്ഫീൽഡ് എന്ന പ്രദേശം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ഡേവിഡ് ഇമ്മാനുവൽ സ്റ്റാർക്കൻബർഗ് വൈറ്റ്, അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന കടുത്ത കത്തോലിക്ക വിശ്വാസിയായ മിസസ് റോസ് വൈറ്റിനെ മാതാവിനോടുള്ള ഭക്തിയുടെ പ്രതീകമായി 1894 എടുത്താണ് ഇവിടെ ആദ്യമായി ഒരു ചെറിയ ലൂർദ് മാതാവിന്റെ പള്ളി നിർമ്മിക്കുന്നത്. പിന്നീട് 1936 ഇതൊരു സ്വതന്ത്ര ഇടവകയായി മാറി. പിന്നീടുള്ള വർഷങ്ങളിൽ ഇപ്പോൾ കാണുന്ന വലിയ പള്ളിയായത് പരിണമിച്ചു. ഒരു കുഞ്ഞ് ആത്മീയ യാത്രയ്ക്കോ അതോ തിരക്കുകളിൽ നിന്ന് മാറി മനസ്സിനെ ശാന്തമായിട്ട് ഒരിടത്ത് ഇരിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാം. ഞാൻ വിചാരിച്ച പോലെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ആർക്കും വരാം, പ്രാർത്ഥിക്കാം, മനസ്സ് നിറഞ്ഞു മടങ്ങാം. ധൈര്യമായിട്ട് പോയിക്കോളൂ, നിങ്ങളുടെ മനസ്സ് നിറയും തീർച്ച.